നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാമ നാരായണ രാമനാരായണ രാമനാരായണ ഹരേ രാമ രമാരമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നെയും ചാരുരാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവിതന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരോഢമോദാലരുൾ ചെയ്തിതാദരാൽ. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ. ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം അബ്ധിശതയോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊള്ളിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നമ്രമകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാത്തൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം. വന്യയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൊക്കിയതെന്നാകിലോ
ലങ്കേശനും മരിച്ചാനെന്നു നിർണയം ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവാ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ത ജലധിയെ സത്വരം സേതുബന്ധിക്കലുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തി അന്വിതമിത്രപുത്രോക്തികൾ ഇത്തമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ മുമ്പിലാം മാറു തൊഴുതു നിൽക്കും വായുസംഭവനോടു ചോദിച്ചരുളിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ലങ്കാവിഹീനം ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടന്നെങ്ങിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ എന്നതു കേട്ടോ തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതം അതിൻ മൂർധനീലങ്കാപുരം പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലു ദിക്കിങ്കലുമുണ്ടതിശോഭിതമായ 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ 7നും 4 ഗോപുരപംക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടാങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാലപംക്തിയും അണ്ടർകോണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരർ 10,000. ദക്ഷിണാഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നട്ടഞ്ചരരുണ്ടു 10,100,000. ഉത്തരാഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുള്ള 1 കോടി നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിലർദ്ധമുണ്ടുഗ്രതയോടും നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കണ്ടതിൽ ഇരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും.